കൂറ്റനാട് ദേശോത്സവം സമാപന ദിനത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ കീഴിൽ ഇത്തവണ 28 ഉപകമ്മിറ്റികളും ഇവയ്ക്ക് കീഴിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 48ഓളം ഗജവീരന്മാരും നാളെ നടക്കുന്ന എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉത്സവപ്രേമികൾ ദേശോത്സവം കാണാൻ കൂറ്റനാട് എത്തുമെന്നാണ് പ്രതീക്ഷ. ആഘോഷ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി എല്ലായിടത്തും നിരവധി നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ്, വൈദ്യുതി വകുപ്പ്, ജലവിഭവ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. 6-ന് കൂറ്റനാട് വലിയ പള്ളി പരിസരത്ത് നിന്നും വൈകിട്ട് 6 മണിക്ക് ഘോഷയാത്ര തുടങ്ങും. രാത്രി 10 മണിയോടെ തൃത്താല റോഡിൽ വിശാലമായ പാടത്ത് ഗജസംഗമം നടക്കും. ദേശോത്സവം വൻ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രവി കുന്നത്ത്, PA അബ്ദുൽ ഹമീദ്, KV ഗഫൂർ ന്യൂ ബസാർ, VP അബ്ദുൽ ജബ്ബാർ, PC അജിയൻ, രവി മാരാത്ത് എന്നിവർ അഭ്യർത്ഥിച്ചു. വർഷം തോറും നടത്തിവരുന്ന കൂറ്റനാട് ദേശോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് നാളെ. സമാപനത്തോടനുബന്ധിച്ച് നാളെ കാലത്ത് 9 മണിക്കാണ് ഉപകമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. ഒരു 10 മണിയോടടുത്ത സമയത്ത് കൂറ്റനാട് സെൻറ്ററിൽ ചെറിയ രീതിയിലൊരു ഗജസംഗമം നടത്തുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്ത് കൂറ്റനാട് ടൗൺ പരിസരത്തുള്ള കുറച്ച് ടീമുകളെ പങ്കെടുപ്പിച്ചിട്ട് ചെറിയ രീതിയിൽ ട്രാഫിക്കൊന്നും ബ്ലോക്കാവാതെ ആളുകളുടെ യാത്രാ സൗകര്യങ്ങൾ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഒരു 10 മണിയോടെ ചെറിയ രീതിയിലുള്ള ഒരു ഗജസംഗമം ഇവിടെ നടക്കുന്നുണ്ട്. ആ സംഗമം കാണുന്നതിന് വേണ്ടി എല്ലാ ഉത്സവപ്രേമികളെയും കൂറ്റനാട്ടേക്ക് സ്വാഗതം. ദേശോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരു 99% പൂർത്തീകരിച്ചു. ഇനി കൂറ്റനാടിൻ്റെ ആഘോഷം നാളെ നടക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇന്നു മുതൽ കൂറ്റനാട് പള്ളി മുതൽ കൂറ്റനാട് സെൻറ്റർ, നമ്മുടെ ഗജസംഗമം നടക്കുന്ന നാളെ വൈകിട്ട് നടക്കുന്ന സ്ഥലം എല്ലാം CC ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഒരു കുഴപ്പങ്ങളില്ലാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ്, വിഷയങ്ങൾ ഉണ്ടാകാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇക്കൊല്ലത്തെ ദേശോത്സവം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ വൈകിട്ട് 6 മണിക്കുള്ള ഘോഷയാത്രയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 8 ഉപകമ്മിറ്റികളാണുള്ളത് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. എല്ലാ ടീമുകളും അച്ചടക്കത്തോടെ നമുക്ക് കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തതിനാട്ടും ഗംഭീരമാക്കിയിട്ട് ഇക്കൊല്ലം നടത്തണം, അതിഗംഭീരമായിട്ട് നടത്തണം. എല്ലാ ഉപകമ്മിറ്റികളോടും അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നാളെ വരുന്ന 28-ൽ പരം ബാൻഡ് സെറ്റ് ടീമുകളും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ ടീമുകളും ഇവിടെ ഈ കൂറ്റനാട് ദേശോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഉത്സവ പ്രേമികളെയും നാളെ കൂറ്റനാടിൻ്റെ മണ്ണിലേക്ക് കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ നിന്നും തുടങ്ങി വൈകുന്നേരം 9:30 മണിക്ക് കൂറ്റനാട് വാഴക്കാട് പാടശേഖരത്ത് എല്ലാ ആനകളെയും ഒരുമിച്ച് ഗജസംഗമം നടക്കുന്നതാണ്. 200-200-ലധികം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് നല്ല നിരീക്ഷണത്തിലായിരിക്കും കൂറ്റനാട് ഇക്കൊല്ലത്തെ ദേശോത്സവം നടത്തുന്നത്. അതിലെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ ആനപ്രേമികളെയും ഉത്സവം കാണാൻ ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിച്ചു. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്. ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.